ഓരോ പുതുവർഷം തുടങ്ങുമ്പോഴും നമ്മൾ ഓരോരുത്തരും ഓരോരോ പുതുവർഷ പ്രമേയങ്ങൾ എടുക്കാറുണ്ട്, അഥവാ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. ഈ വർഷം ഞാൻ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുമെന്നോ, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം ഞാൻ നല്ല രീതിയിൽ സംരക്ഷിക്കുമെന്നോ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഞാൻ ഉയർത്തുമെന്നോ, അല്ലെങ്കിൽ ഞാൻ പുതിയൊരു സംരംഭം തുടങ്ങുമെന്നോ, അങ്ങനെ പല പല റെസൊല്യൂഷൻസ് നമ്മളെല്ലാവരും എടുക്കാറുണ്ട്. പക്ഷേ ആ വർഷം മുഴുവനായി കഴിയുമ്പോഴും നമ്മൾ ഇതൊന്നും പ്രാവർത്തികമാക്കാതെ ഈ കഴിഞ്ഞ വർഷം എനിക്കൊന്നും നടന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കാര്യമായ ഒരു മെച്ചവും ഉണ്ടായില്ല, എല്ലാ കൊല്ലം പോലെ കടന്നുപോയി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താറാണ് മിക്ക ആളുകളുടെയും പതിവ്. ഒരു വർഷത്തിൽ നല്ല രീതിയിലുള്ള മെച്ചമുണ്ടാകുമ്പോൾ നമ്മൾ അവൻ്റെയൊക്കെ ഭാഗ്യം അല്ലെങ്കിൽ അവളുടെ ഭാഗ്യം എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. കൃത്യമായി 365 ദിവസങ്ങളാണ് എല്ലാ വ്യക്തികൾക്കും ലഭിക്കുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്ന രീതി മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. അപ്പോൾ വ്യത്യാസമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവന് നല്ല രീതിയിലുള്ള വ്യത്യാസവും അവൻ്റെ ബിസിനസ്സിലായാലോ, അവൻ്റെ ആരോഗ്യകാര്യത്തിലായാലോ, അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്നതിനായാലോ എല്ലാം വ്യത്യസ്തമായി തന്നെ നിലകൊള്ളും. അതുകൊണ്ട് ഒരു ന്യൂ ഇയർ പ്രമേയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്. എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ.